ഗായ്സ് വെൽക്കം ബാക്ക് ടു ഗോബ്സ് വ്ളോഗ്സിൻ്റെ അനദർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു അടിപൊളി പയർ തോരൻ ഉണ്ടാക്കിയാലോ? എഗ്ഗൊക്കെ ചേർത്ത്. അതിന് വേണ്ടി ആവശ്യമുള്ള ചേരുവകൾ നമ്മൾ പയർ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് അരിഞ്ഞെടുക്കണം. ഒരു 5 കുഞ്ഞി സവാളയില്ലേ, കുഞ്ഞി സവാള ഒരു 5 നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്. ഇതെല്ലാം ഒന്ന് ഞാൻ അരിഞ്ഞ് സെറ്റാക്കി കൊണ്ടുവരട്ടെ, എന്നിട്ട് കാണാം. ഗായ്സ് നമ്മൾ പയർ നല്ല ഇതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 5 കുഞ്ഞു സവാള എടുത്തിട്ടില്ലേ, അതെല്ലാം നമ്മൾ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 4 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു, അത് റെഡിയാക്കിയും വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇത്രയും കനം കുറച്ചാണ് നമ്മൾ അരിഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഗ്യാസ് കത്തിച്ച് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം. ഈ തേങ്ങയുടെ പച്ചമണം മാറിക്കഴിഞ്ഞുമ്പോൾ നമുക്ക് പയർ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയർ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള പയറും നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. പയർ അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് കാണാം. ചോറുണ്ടോ പയർ കറി കൂട്ടിയിട്ട്? ഉണ്ണുവോ പയർ കറി അമ്മ വെച്ച് കഴിഞ്ഞുമ്പോ കൂട്ടി? ആടാ, നല്ല കറിയാടാ, കഴിക്കുവാടാ. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്. നിന്നെ ചവിട്ടാൻ പോവാന്ന് പറ. ഓക്കെ, ബൈ കൊടുക്ക്. അപ്പം നമ്മുടെ പയറിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കിയാൽ കൊടുക്കാം. ഇനി വന്നപ്പോൾ നിന്നിൻ്റെ ഒരു ക്ലിപ്പിങ്സ് എടുക്കാൻ ഞാൻ പോയി. അപ്പം നമുക്ക് ഈ പയർ നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം കാണാം. പയറിൻ്റെ അവസ്ഥ എന്താണെന്ന് കണ്ടാലോ? പയർ നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തുനിന്ന് കുറച്ച് പയറെടുത്ത് മാറ്റി വെച്ചിട്ട് വേണം മുട്ട ചേർത്ത് കൊടുക്കാൻ. നമ്മൾ 2 മുട്ട തോരനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതാവുന്നു. അതുപോലെ നന്നായിട്ട് ഇളക്കി നമ്മളതൊന്ന് അടച്ചു വെച്ചു. ഗായ്സ്, നമ്മൾ ഫൈനലി ഇവിടെ ഇപ്പം നമ്മുടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.